കെജ ഇപ്പൊ ഭയങ്കര ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കെജ. ഫേമസ് താനൂർ കെജ. വൈകുന്നേര സമയങ്ങളിൽ പന്തളിക്കാൻ പോണതിന് മുമ്പ് ഈ കെജ കഴിക്കാൻ പോകും. അപ്പൊ കെജ ഒന്ന് തുറക്കാന്ന് പറയുന്നത് ഒരു ഞാനോ അതവിലാണ് സോന, ഇന്നും സിദുരത്താണ് തോന, വന്നാൽ ബർബറാന്ന് താന, തന്നാൽ കലപിലാന്ന് വേണ്ട. എൻ്റെ കുറെ പാട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നഫ്സ് എന്ന് പറഞ്ഞിട്ടൊരു സോങ് വരുന്നുണ്ട്. അതൊരു കുറച്ച് കവാലി ഗസൽ എലമെന്റ്സ് ഒക്കെ ഉള്ളൊരു പാട്ടാണ്. 100 എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് വരുന്നുണ്ട്. നമ്മൾ ചില ഡയറക്ടർമാരൊക്കെ പറയില്ലേ എൻ്റെ ഡ്രീം പ്രോജക്റ്റ് ആണെന്നൊക്കെ പറയണ പോലെ ഈ ഒരു മലയാള അറബിക് പാട്ട് വരുന്നുണ്ട്, മക്കന എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു തമിഴ് സോങ്. എൻ്റെ ഫേവറേറ്റ് സോങ് എന്ന് പറയുന്നത് ഈ പറയുന്ന കമറും ഉമ്മൊക്കെയാണ്. ഇത് ഭയങ്കര ഹിറ്റൊന്നുമല്ല, പക്ഷേ ഹിറ്റായ സോങ്ങുകൾ എൻ്റെ ഫേവറേറ്റ് സോങ് അല്ല. ചെങ്ങായിമാരെന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങിയ സമയം അതിലൊരു വരിയുണ്ട്, കൂടെ നടക്കുന്ന പലരും ഇന്നാകെ കൽബിൽ പെടയും, പറയാണ്ട് അറിഞ്ഞത് പലതും അറിയാണ്ട് കണ്ണങ്ങ് നിറയും. ബ്രോ, ഈ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. എനിക്ക് ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ, സംസാരിക്കണം. എനിക്ക് എൻ്റെ ഫസ്റ്റ് മില്യൺ അടിച്ച ട്രാക്ക്. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിലാലെ നീ എന്ത് പറയണത്, അലാക്കിൻ്റെ കഥ ചൊല്ലിച്ചിരിക്കണത്, മിണ്ടാതെ കയ്യും കെട്ടി നോക്കണത്, ചെങ്ങായിൻ്റെ തല തല്ലി പൊളിക്കണത്. ഇപ്പൊ ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു പാട്ട്. ഞാൻ എൻ്റെ ഇറങ്ങാൻ പോണ പാട്ടിൻ്റെ ഒരു ഗ്ലിംസ് പാടാം. നൂറല്ലേ നൂറല്ലേ ചാരല്ലേ ചാരല്ലേ, തേനല്ലേ തേനല്ലേ, അത്തറ് പൂശിനി ചാരല്ലേ. എംബിഎല്ലിനെ എപ്പോഴെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഇതിൽ ആർട്ടിസ്റ്റുകൾ? ഇല്ല, ഞാൻ മുഹമ്മദ് അലീനെ അറിയാം, ബോക്സിങ്. പുള്ളിക്കാരൻ്റെ ഒരു ഇത് ഭയങ്കര ഞാൻ ഭയങ്കര ഫാനാണ്. അല്ലാണ്ട് ആർട്ടിസ്റ്റുകളെ ഞാൻ അങ്ങനെ പാട്ടിൽ ഞാൻ അങ്ങനെ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളുണ്ട്, പക്ഷെ സ്വാധീനിച്ചിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ് ആരാ? ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ് ഞാൻ പറയുന്ന ആർട്ടിസ്റ്റുകളെ ചിലപ്പം അറിയുന്നില്ല. സെർഹത്ത് ദുർമുസ് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് ഡബ്സി ആണ് എംബിഎൽ എന്ന് പറയുന്നപ്പോൾ എല്ലാവരും പറയുന്നില്ല സംഭവം. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഇങ്ങനെ പറയുന്നത്? ആരൊക്കെ കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഡബ്സി ആന്നൊക്കെ. പക്ഷെ ഞാൻ ഡബ്സി എന്നും ഡബ്സി തന്നെയാണ്. എം ബി എൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഡബ്സിയേക്കാൾ മുകളിലെത്തോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഡബ്സി ഒരു ആർട്ടിസ്റ്റ് വന്ന് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, പുള്ളിക്കാരൻ്റെ കാര്യങ്ങളായിട്ട് പോകുന്നു. നമ്മളും കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മളെ കാര്യമായിട്ട് പോകുന്നു. അവിടെ എത്തലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എങ്ങനെയാണെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവല്ലോ. ഏതൊരു ചങ്ങാതിമാരാണെങ്കിൽ പോലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവല്ലോ. ഒരു ട്രാക്കർക്കും വേറൊരാൾ ഒരു ട്രാക്കർക്കും ഇതൊക്കെ നോർമലി ഉള്ള പരിപാടിയാണ്. പക്ഷേ നമ്മളിങ്ങനെ പിന്നീട് കാണുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോൾ നോർമലി ഒരു പ്രശ്നം ഉണ്ടാവില്ല. അസൂയ വരാറുണ്ട് ആരെങ്കിലും നല്ലൊരു ട്രാക്ക് ഇറക്കുമ്പോൾ? ഓഷേ എനിക്ക് പറ്റിയില്ല, അവന് പറ്റി. അങ്ങനെയൊന്നുമില്ല. എന്തിനാ അസൂയ? നല്ല പാട്ടാണെങ്കിൽ അംഗീകരിക്കും. നല്ല പാട്ടിലായി ഇപ്പം എൻ്റെ പാട്ടാണെങ്കിലും മോശം പാട്ടാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വന്നിട്ട് പറയും. ഇപ്പോൾ കെജ എന്ന് പറയുന്ന പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് എല്ലാവരും നല്ലത് പറയുന്നത്. മോശം പാട്ടാണെങ്കിൽ ആൾക്കാർ ഓപ്പണായിട്ട് പറയും. അപ്പം അത് പറയണം. ശരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് അടുത്ത പാട്ട് നല്ലതാക്കാൻ പറ്റുള്ളൂ. എല്ലാ പാട്ടും ഞാനൊരു മോശം പാട്ടിട്ടിട്ട് എല്ലാവരെ കൊണ്ടും ഇങ്ങനെ ഇത് ചെയ്യിപ്പിക്കും. നമ്മളിങ്ങനെ മാനുവലി നമ്മളിതിങ്ങനെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത് രസമില്ലല്ലോ. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണം, എന്ത് റീലാണെങ്കിലും എന്താണെങ്കിലും. നെഗറ്റീവ് പറയുമ്പോൾ എന്താ തോന്നാറ് ശരിക്കും? ചില പാട്ടുകളൊന്നും ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ. ഇല്ല, നെഗറ്റീവ് പാട്ടിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്തൊരു സാധനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില പാട്ടുകൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും, പക്ഷേ ആൾക്കാർ മോശം പറയുമ്പോൾ നമ്മൾ അത് കണക്റ്റ് ആയിട്ടില്ല അവർക്ക്. അപ്പം നമ്മൾ കണക്റ്റ് ആവുന്ന പോലത്തെ ഒരു സാധനം ഇറക്കി കൊടുക്കുക. അത് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഫേവറേറ്റ് സോങ് എന്ന് പറയുന്നത് ഈ പറയുന്ന കമറും ഉമ്മൊക്കെയാണ്. ഇത് ഭയങ്കര ഹിറ്റൊന്നുമല്ല, പക്ഷേ ഹിറ്റായ സോങ്ങുകൾ എൻ്റെ ഫേവറേറ്റ് സോങ് അല്ല. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് നമ്മളൊരു ട്രെൻഡിങ് ആവാൻ വേണ്ടി കുറച്ച് സോങ് ചെയ്തു, പക്ഷെ ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന ട്രെൻഡിങ് ആവാനല്ല. അങ്ങനെ എൻ്റെ കുറേ പാട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നഫ്സ് എന്ന് പറഞ്ഞിട്ടൊരു സോങ് വരുന്നുണ്ട്. അതൊരു കുറച്ച് കവാലി ഗസൽ എലമെന്റ്സ് ഒക്കെ ഉള്ളൊരു പാട്ടാണ്. പുതിയ പ്രോജക്റ്റ് എന്തൊക്കെയാണ്? ഇനി വരുന്ന ഈ മാസം ലാസ്റ്റ് ഒരു പാട്ട് വരുന്നുണ്ട്, 100 എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് വരുന്നുണ്ട്. അതും ഞാനും ARK എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റാണ്. കെജ എൻ്റെ കൂടെ ചെയ്ത ARK. പുള്ളിക്കാരൻ ഓവർ ടാലൻറ്റഡ് ആണ്, ഹെവിയാണ്. അപ്പം പുള്ളിക്കാരനായിട്ടാണ് പാട്ട് വരുന്നത് 100. ഇപ്പം നിങ്ങൾ കെജ കേട്ടിട്ടില്ലേ? കെജ ഇൻ ബിറ്റ്വീനിലൊരു റാപ്പ് വേഴ്സ് പാടുന്നില്ലേ, അത് ARK ആണ് ചെയ്തത്. പുള്ളിക്കാരനൊരു റാപ്പർ മാത്രമൊന്നുമല്ല, പുള്ളിക്കാരൻ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം
അങ്ങനെയാണെങ്കിലും മെയിൻ സ്ട്രീമിൽ ഒരു ഈ അടുത്ത കാലത്ത് തന്നെ നല്ലൊരു പേര് വരാൻ ചാൻസ് ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഞാനെന്നല്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ ഇറങ്ങാൻ പോണ 100 എന്ന് പറയുന്ന സോങ് ഉണ്ട്, ഈ മാസം ലാസ്റ്റ് ഇറങ്ങാൻ പോണ 100. ഹിറ്റ് അടിക്കോ? അത് ഹിറ്റ് അടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സോങ്ങാണ് അത്. നൈസ് സോങ്ങാണ് അത്. കുറച്ച് അതിൽ മൊത്തത്തിലൊരു ഫൺ ട്രാക്കാണ്. കുറച്ച് ലവ് പരിപാടി തന്നെയാണ്. കുറച്ച് ഭയങ്കര ലവ് അല്ല, പക്ഷെ കുറച്ച് നാട്ടിൻപുറത്തെ പരിപാടിയും നമ്മൾ ഈ കജയിലൊക്കെ ഉള്ള പോലത്തെ പരിപാടി തന്നെയാണ്. ഇതിന്റെ വിഷ്വലും ഇറക്കുന്നുണ്ട്? ഇല്ല, വിഷ്വൽ വീഡിയോ സോങ് ഒന്നല്ല, ഓഡിയോനായിട്ട് ഇറക്കുന്നു. ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും പാട്ടിൽ ഇതിന്റെ വിഷ്വലും കൂടെ ഇറക്കുക? കെജ അപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞു കെജന്റെ വീഡിയോ സോങ് ഇറക്കാൻ. പ്ലാനിലുണ്ടോ അത്? നോക്കട്ടെ. ശരിക്കും കെജ ഇപ്പൊ ഭയങ്കര ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. കെജ എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയ തുറന്ന ഫുള്ള് കെജയുടെ പാട്ടാ. ആരുടെ സ്റ്റോറി നോക്കിയാലും കെജയുടെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ, പിന്നെ അതുമല്ല, ഇൻസ്റ്റഗ്രാമിൽ ആരും നമ്മൾ മെൻഷൻ ചെയ്താലും അത് ആഡ് സ്റ്റോറി അടിക്കാറുണ്ടല്ലേ? അത് ഞാൻ ചെയ്യും. ഞാൻ കാണുന്നതൊക്കെ എടുത്തിട്ട് ആഡ് സ്റ്റോറി അടിക്കും. നമ്മളെ പാട്ട് നമ്മളെ അടുത്ത് നിന്നിട്ട് മെൻഷൻ അടിക്കുമ്പോൾ പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടവരല്ലേ. കെജയിലൊരു ഭാഗം കെജയിൽ ഇപ്പം ഭയങ്കര എല്ലാവരും റീലൊക്കെ ഇടുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് ഒളന്ന് ചിരിക്കുമ്പോ 100ന്റെ ചുവപ്പ് വടക്കിട്ട് പോവും വല്യാക്കാന്റെ കരള്, കൽവിന്റെ ഉള്ളില് തേനിന്റെ ഗസല്, ഉമ്മാന്റെ കുട്ടിന്റെ പൊലിവ്, ഒന്നിട്ട് നോക്കട ഐസുന്റെ പവറ്, ചായ്പിത്തേക്കിന് ചന്ദന കമറ്, വൈകുന്നേരം പോയിലെത്യാക്കാന്റെ നറവ്, കെവിന്റെ പീഡിന്റെ പവറ്, ഞാനോ അതബിലാണ് സോന, എന്നും സിദുറത്താണ് തോന, വന്നാൽ ബർബറാന്ന് താന, തന്നാൽ കലപിലാന്ന് വേണ്ട, ഞാനോ. പിന്നെ ഡ്രോപ്പാണ് വരുന്നത്, പിന്നെ മ്യൂസിക്കാണ് വരുന്നത്. ഈ വൈകുന്നേരം പോയിലെത്യാക്കാന്റെ നറവ്, കെവിന്റെ പീഡിന്റെ പവർ എന്ന് പറയണത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു KV ടീ സ്റ്റാൾ ഉണ്ട്. ഇവിടെ ഈ കെജ എന്ന് പറയണത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ, കെജ എന്ന് പറയുന്നത് ഒരു ഈ പഴംപൊരി, ഈ പരിപ്പട എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു നമ്മൾ വൈകുന്നേരം ചായക്ക് കൂട്ടുന്ന ഒരു കടിയാണ്, മനസ്സിലായോ? ഒരു ഡെലിക്കസി. അപ്പം ഇത് നമ്മളെന്താ പറയല്, ഈ പഴനിറവ് എന്ന് പറയില്ലേ, പഴം നിറച്ചത്, അതാണ് ആക്ച്വലി ഈ സാധനം. പഴം നീളത്തിലരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ മറ്റേ തേങ്ങ കെട്ടുങ്ങാണ്ട് മാവിലൊക്കെ മുക്കിയെടുത്തിട്ട് പൊരിച്ചൊരു സാധനം, അതാണ് കെജ. അപ്പം ഈ കെജ എന്ന് പേര് പറയാൻ കാരണം ഈ താനൂർ, ആ ടൈറ്റിൽ തന്നെ അങ്ങനെയാണ്, ദ ഫേമസ് താനൂർ കെജ. അതായത് നമ്മുടെ നാട്ടിൽ, എൻ്റെ തൊട്ട നാടാണ് താനൂര്. അപ്പം അവിടെ ഭയങ്കര ഫേമസ് ആണ് പണ്ട് മുതലേ ഈ കെജ. താനൂർ കെജ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. അപ്പം അങ്ങനെയാണ് കെജ. കുറെ ആൾക്കാർക്ക് അറിയില്ല ഈ കെജ എന്താണ്, കെജ എന്താണ്. ഈ ട്രാക്ക് വന്ന സമയത്ത് ഒരു യുണീക്ക് നെയിം അല്ലേ കെജ, ആരും കേട്ടിട്ടില്ല. നമ്മളെ നാട്ടിലെല്ലാവർക്കും അറിയാം. അപ്പം കുറെ ആൾക്കാർ എന്താണ് ഈ കെജ എന്ന് ആർക്കും അറിയില്ല. അപ്പം കുറേ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഈ കെജ എന്താണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതാണ് സാധനം, അതായത് പഴം നിറച്ചതാണ് കെജ. അപ്പം അത് നമ്മളെ നാട്ടിൽ നിറവ് എന്ന് പറയും, അതായത് പഴം നിറച്ച നിറവ്. അപ്പം ഈ എൻ്റെ നാട്ടിലൊക്കെ ഞാൻ വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ പന്തളിക്കാൻ പോണതിന് മുമ്പ് ഈ കെജ കഴിക്കാൻ പോകും. അപ്പം നമ്മളവിടെ ഒരു ടീ സ്റ്റാൾ ഉണ്ട്, ഒരു KV ടീ സ്റ്റാൾ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഈ ലത്തിയാക്ക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ലത്തീഫ് ഇക്ക, മൂപ്പരെ ലത്തിയാക്ക എന്ന് പറയല്. മൂപ്പര് ഉണ്ടാക്കണ കെജ ഉണ്ട്. ഇതൊക്കെ തിന്നാണ്ട് നമ്മുടെ നാട്ടിൽ നിറവ് എന്നല്ല പറയില്ല. അപ്പം മൂപ്പരെ നിറവ് നമ്മൾ കഴിച്ചിട്ട് പന്തൊക്കെ കളിക്കാൻ പോകും. അപ്പം അതിനെക്കുറിച്ച് ഞാൻ അതിലിങ്ങനെ പറയുന്നത്, വെറുതെ എഴുതിയൊന്നുമല്ല, അത് പുള്ളിക്കാരൻ നമ്മുടെ നാട്ടിലുള്ളൊരു ലത്തീഫ് എന്ന് പറഞ്ഞിട്ടൊരു ലത്തിയാക്ക. അത് KV ടീ സ്റ്റാൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ളൊരു ചായക്കടാണ്, അവിടാണ് ഇത് കിട്ടല്. പിന്നെ താനൂർ പോയിട്ട് കെജ ഒന്ന് തുറക്കുക എന്നൊക്കെ പറയുന്നത്, കെജ അത്രയും കെജ ഒന്ന് തുറക്കാന്ന് പറയുന്നത് ഒരു ട്രഷർ പോലെ ഞാൻ എഴുതിയതാണ്. അത്രയും ഭയങ്കര ഒരു സാധനമാണെന്നുള്ളത്. ആക്ച്വലി നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമ്മളെ നാട്ടിൽ വരാണ്ടെങ്കിൽ, താനൂരൊക്കെ വരാണ്ടെന്നുണ്ടെങ്കിൽ കെജ തിന്നിട്ട് പോവാം. ലത്തിയാക്കാന്റെ ഷോപ്പിൽ പോവാ എല്ലാരും കേട്ടോ. ലത്തിയാക്കാനോട് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ടോ? മൂപ്പരോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പള്ളിയിൽ നിസ്കരിക്കാനൊക്കെ പോകുമ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഉണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലത്തിയാക്കാൻ ഞാൻ അങ്ങനെ പാട്ട് എഴുതുന്നതിൽ നിങ്ങൾ പേരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം പ്രശ്നമൊന്നുമില്ല. പിന്നെ പാട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മൂപ്പർ എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് സംസാരിച്ച് ഹാപ്പിയാണ്, പ്രശ്നമൊന്നുമില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇതിൽ സോന ആരാ ചോദിച്ചിട്ടുണ്ടോ? കുറെ ആൾക്കാർ ചോദിച്ചു സോന ആരാന്ന്. ശരിക്കും സോന ആരാണ്? ഇല്ലില്ല, അത് ഞാൻ വെറുതെ എഴുതിയതാണ്. ആദ്യം സോന എന്നായിരുന്നു പാട്ടിന്റെ പേര്. ഇത് കുറെ മുമ്പേ നമ്മൾ ചെയ്തു വെച്ച പാട്ടാണ്. അപ്പം ഒരു പഞ്ചാബി അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ജോണറാണല്ലോ ഇത്, പഞ്ചാബി അങ്ങനത്തെ ഒരു ബീറ്റൊക്കെ ആണല്ലോ. അപ്പം ഈ സോന നമ്മളങ്ങനെ ആരെ സോണിയ ആയേ എന്നൊക്കെ പറയണ പോലെ നമ്മൾ പേര് സോന, അങ്ങനെ ഒരു പഞ്ചാബി അങ്ങനത്തെ ഒരു നെയിം തന്നെ കൊടുത്തതാണ്.
പിന്നെ നമ്മളത് മാറ്റിയിട്ട് കെജാക്കി, അതിലുള്ള ലിറിക്സ് കുറച്ച് ചേഞ്ച് വരുത്തി. ഫാൻസിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, അതായത് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്താ? ലൈക്ക് ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോകുമ്പോഴായിട്ടായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ആണെങ്കിലും കിട്ടിയിട്ടുള്ള ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്. വാല്യൂബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഷോക്ക് പോകാനാണെങ്കിൽ ഷോ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ചോദിക്കും, ബ്രോ ഏതെങ്കിലും അവിടെയുള്ള നമ്മളെ കൊണ്ടുവന്ന ചെയർപേഴ്സൺ ആരാണെങ്കിലും അവരോട് ചോദിക്കും, ബ്രോ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു, സാറ്റിസ്ഫൈഡ് അല്ലേ എന്ന്. അതെങ്ങനെയാണെങ്കിലും ഞാൻ ചോദിക്കും. നമ്മൾ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു പൈസ ഒക്കെ തന്നിട്ട് നമ്മൾ പരിപാടി നടത്തിയിട്ട് നമ്മൾ ചോദിക്കണമല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ, സാറ്റിസ്ഫൈഡ് അല്ലേ എന്നല്ല, അത് ചോദിക്കലുണ്ട്. അപ്പോൾ അത് അവർ ഓക്കെയാണ് ബ്രോ അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഹാപ്പി. എങ്ങനെയായിരിക്കും ഈ ഒരു കോളേജിലൊക്കെ ഷോയ്ക്ക് പോകുമ്പോൾ ആ ഒരു ക്രൗഡിനെ കാണുമ്പോൾ എന്താ ശരിക്കും ഉള്ളിൽ തോന്നാറ്? സന്തോഷം തന്നെ, അതിൽ കൂടുതലൊന്നുമില്ല. കാരണം നമ്മൾ വിചാരിക്കണില്ലല്ലോ ഇങ്ങനെയൊക്കെ ആവുന്നുള്ളത്, നമ്മൾ വിചാരിക്കണില്ലല്ലോ ഇങ്ങനെ ആവുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഏതോ സ്കൂളിൽ എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ട് പോയി, എന്നിട്ട് MLA ഉണ്ട് ആ ഒരു മൊമെന്റ് അങ്ങനെ പറയണ്ടായിരുന്നു. അതായത് ചെറിയൊരു പരിപാടിയാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി, എന്നെ അവരൊരു ഗസ്റ്റ് ആയിട്ട് കണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കണ ഒരു കേസാണ്. അപ്പം നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഹാപ്പി ആവുമല്ലോ. ആ ഒരു കാര്യം ഭയങ്കര ഹാപ്പി ആയിരുന്നു. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സൊക്കെ, നീ എപ്പറ്റി എത്തില്ലടാ. അങ്ങനെയല്ല, നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളെ ചില ടീച്ചേഴ്സും അവരൊക്കെ പറയും, ഇവിടെ എത്തൂല ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാസ്സായിട്ടൊന്നും ഇവിടെ എത്താൻ പോണില്ല എന്നൊക്കെ പറയും. അതേ സ്ഥലത്തേക്ക് ഇപ്പൊ ചെന്നിട്ടുണ്ടോ വീണ്ടും? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, അതങ്ങനെ പോയിട്ട് നമ്മളവിടെ പോയിട്ട് ഞാൻ എത്തി എന്നൊന്നും പറഞ്ഞിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. വിളിച്ചാ പോവോ? ഇനി പഠിച്ച കോളേജിൽ നിന്നൊക്കെ ഗസ്റ്റ് ആയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞാൽ പോവോ? സന്തോഷത്തോടെ പോകും. കോളേജിൽ വിളിച്ചാൽ പോകും. സങ്കടമൊക്കെ വന്നാൽ എങ്ങനെയാ അത് ഓവർകം ചെയ്യാറ്? മ്യൂസിക് തന്നെയാണ്, പാട്ട് കേൾക്കും. പാട്ടുകളൊക്കെ കേൾക്കാം. അതന്നെ, പാട്ടുകൾക്കൊക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എനിക്കിട്ടാ. ചിലവർക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഈ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത്, പാട്ട് കേൾക്കുന്ന സമയത്ത് ചിലവർ പറയും ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് പാട്ടിട്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മൈൻഡ്. ഞാനങ്ങനെ ചിലപ്പോൾ എനിക്ക് ചില സമയങ്ങളിൽ പാട്ട് തന്നെയാണ്. ദേഷ്യം വന്നാലും പാട്ട് കേൾക്കും. ചില സമയത്ത് പാട്ടൊക്കെ കേൾക്കും. ഞാൻ എപ്പോഴും പാട്ട് കേൾക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ ഒരു പാട്ട് തന്നെ ഇട്ടിട്ട് ലൂപ്പിലിട്ടിട്ട് 100 വട്ടം ഒക്കെ കേൾക്കും. ചില പാട്ടുകൾ അങ്ങനെയാണല്ലോ, നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന പാട്ടുകളുണ്ട്. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പാട്ട് ഏതാ? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കേട്ട പാട്ട് എൻ്റെ പാട്ട് തന്നെ ആയിരിക്കും. ഞാൻ ഇറങ്ങണതിന്റെ മുമ്പ് ഞാൻ എൻ്റെ പാട്ടുകൾ തന്നെ ഇങ്ങനെ കേൾക്കും. റിലീസ് ആവണതിന് മുന്നേ ഒരു റഫ് മിക്സ് ഒക്കെ കിട്ടിയതിന് ശേഷം ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അതിങ്ങനെ ലൂപ്പിലിട്ടിട്ട് കേൾക്കുമല്ലോ, അപ്പം അതന്നെ ആയിരിക്കും ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. അപ്പം എൻ്റെ കുറേ റീസെൻ്റ് ആയിട്ട് ഇറങ്ങാണ്ട് ട്രാക്കുകൾ. മക്കന എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങാണ്ട്. അത് ഞാൻ കുറേ ആയിട്ട് മക്കന അതിൻ്റെ പിന്നാലാണ്, കുറേ ആയിട്ട് ആ പാട്ടിൻ്റെ പിന്നാലെ. മക്കന എന്ന് പറഞ്ഞ പാട്ടിൻ്റെ പിന്നാലെ അത് ഇറക്കിയിട്ടില്ല. ഞാനും ആബ്രോ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഞാനും കൂടി. പുള്ളിക്കാരൻ അതിനെ മ്യൂസിക് ചെയ്യുന്നു. പിന്നെ ഞാൻ അതിൽ അറബിയൊക്കെ ഇങ്ങനെ കുറച്ച് മലയാളം അറബിക് അങ്ങനെയുള്ളൊരു ട്രാക്കാണ്, ഒരു അറബി മലയാളം പാട്ട് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് നടക്കുന്ന ട്രാക്കാണ്. അത് എത്രത്തോളം അതിൻ്റെ ഔട്ട് വന്നിനെന്ന് എനിക്കറിയില്ല. അപ്പം അതിങ്ങനെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റുമോ ഇങ്ങനെ. ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല, അത് റിലീസ് ചെയ്യണം. അതെൻ്റെ ഒരു ഇപ്പം നമ്മൾ ചില ഡയറക്ടർമാരൊക്കെ പറയില്ലേ എൻ്റെ ഡ്രീം പ്രോജക്റ്റ് ആണെന്നൊക്കെ പറയണ പോലെ ഉള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എൻ്റെ ഒരു ഡ്രീം സോങ് ഒക്കെയാണ് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ മേ ബി അത് ആൾക്കാർക്ക് ഓഡിയൻസിന് വർക്കാവോ എന്നൊന്നും എനിക്കറിയില്ല. മ്യൂസിക്കിലെ ഏറ്റവും ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ആരാണ്? റഹ്മാൻ. ഇഷ്ടമാണ്. വേറെ ആരെങ്കിലും ഒരു പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് സോങ് ചോദിച്ചാൽ ഏതാ പറയാൻ പറ്റുക? വേറൊരു ഫേവറേറ്റ് സോങ് അല്ലേ? ഏത് മോഡലാണെങ്കിലും ഞാൻ ആ സോങ്. അങ്ങനെ ഒരു പാട്ടുണ്ട്, ഈ പാട്ടില്ലേ, അങ്ങനെ ഒരു പാട്ടുണ്ട്, അങ്ങനെ ഒരു സോങ് ഉണ്ട്, തോപ്പീർ എന്ന് പറഞ്ഞൊരു സോങ്, ഹിന്ദി സോങ് ആണ്. ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഒരു വേറൊരു സോങ് ഉണ്ട്, ബഞ്ചാര എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്, ആ പാട്ടറിയില്ലേ, അതും. ഇതൊക്കെ എപ്പോഴും കേൾക്കുന്ന സോങ്ങാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട സോങ്. MBL സോങ് പലരും കവർ സോങ് ആയിട്ട് പാടാറുണ്ട്. അത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഹാപ്പിയാണ്. നമ്മളെ പാട്ടുകളൊക്കെ കവറായിട്ട് ഇപ്പോൾ കേജൊക്കെ എത്ര ആൾക്കാരായി കവർ സോങ് പാടുന്ന, എല്ലാവരും ഏകദേശം എല്ലാവരും കുറേ ആൾക്കാർ പാടിയിട്ടുണ്ട്. ഹാപ്പിയാണ്. നമ്മളെ പാട്ടെടുത്തിട്ട് വേറൊരാൾ പാടലെന്നൊക്കെ പറയുന്നത് നല്ലതല്ലേ? അത് ഷെയർ ചെയ്യാറുണ്ടല്ലോ അല്ലേ? ഷെയർ ചെയ്യും. ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ എടുത്തിട്ട് ഒരുപാട് മെസ്സേജൊക്കെ വരാറുണ്ടല്ലോ, അതിലെപ്പോഴെങ്കിലും ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നിയൊരു മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് ഞെട്ടി. ഞാൻ പറഞ്ഞില്ലേ, ഈ
ചെങ്ങായിമാരെന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങിയ സമയം അതിലൊരു വരിയുണ്ട്, കൂടെ നടക്കുന്ന പലരും ഇന്നാകെ കൽബിൽ പെടയും, പറയാണ്ട് അറിഞ്ഞത് പലതും അറിയാണ്ട് കണ്ണങ്ങ് നിറയും, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ ലൈൻ കേട്ടിട്ടാണ് തോന്നുന്നു ഒരു പുള്ളിക്കാരൻ എന്നെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ്, ബ്രോ ഈ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി, എനിക്ക് ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ, സംസാരിക്കണം, എനിക്ക് നിങ്ങളെ ഈ പാട്ട് കണ്ടതിന് ശേഷം നിങ്ങളെ കാണാൻ പോകുന്നുണ്ട്, കാരണം ഈ പാട്ട് എന്നെ ഭയങ്കരമായിട്ട് ഞാൻ എപ്പോഴും ലൂപ്പിലിട്ട് കേട്ടോണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടുണ്ട്. അപ്പം എനിക്കിങ്ങനെ വാവ് ആ ഒരു സാധനം തോന്നി. കാരണം നമ്മളെ പാട്ട് വേറൊരാൾ കേട്ട് നമ്മുടെ അടുത്ത് ഇത്രയും നല്ല, പിന്നെ ഉമ്മ ഇറങ്ങിയപ്പോഴും എന്നോട് കുറേ ആൾക്കാർ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മ സോങ്. പിന്നെ ചില ആൾക്കാരൊക്കെ വിളിക്കും, ഈ ഉമ്മ ഇറങ്ങിയ സമയത്ത് എന്നെ കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, സോങ് നല്ലതാണെന്നൊക്കെ പറഞ്ഞു, ഭയങ്കര ക്ലാസിക്, നല്ലൊരു ക്ലാസിക് സോങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഹാപ്പി മൊമെൻ്റ് ആണ്. നല്ല ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിരുന്നു അങ്ങനെ ഫാൻസിന്റെ അടുത്ത്? ഇല്ല, ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഫാൻസ് ആരെങ്കിലും നേരിട്ട് കാണാൻ വന്നിട്ടുണ്ടോ? ഇല്ല, നേരിട്ട് കാണാൻ വന്നിട്ടില്ല. DM-ൽ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും എവിടെയാണ്, അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കും. നമ്മൾ നാട്ടിൽ വന്ന് എന്നെ കാണാൻ പറ്റും. ഞാൻ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ടാവും, ഒരു പ്രശ്നമില്ല, ആർക്കും വന്നാലും കാണാം. ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്താകുമ്പോൾ പിന്നെ കുറച്ച് തിരക്കായിരിക്കുമല്ലോ. നാട്ടിൽ എപ്പോഴും ഫ്രീ ആണ്. നാട്ടിലെപ്പോഴും ഞങ്ങൾ ചെക്കന്മാരൊക്കെ ഇരിക്കുന്ന ഒരു സ്പോട്ട് ഉണ്ട്, അവിടെ തന്നെ ഉണ്ടാവും. ഈ ചെക്കന്മാരൊക്കെ കൂടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വല്ല ലിറിക്സ് അങ്ങനെ മൈൻഡിൽ വരും അങ്ങനെ? ഇല്ലില്ല, ഒരിക്കലും വരില്ല. വരും, അവരെ ചങ്ങായിമാർ കൂടെ ഇരിക്കുമ്പോഴൊന്നും അങ്ങനെ വരില്ല. നമ്മളതിൽ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യണൊക്കെ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മെലഡി വരും. അപ്പോൾ കെജക്ക് അങ്ങനെ ഒന്നൊരു മെലഡിയാണ്. ഞാനൊരു ഇതേപോലെ ട്രിവാൻഡ്രത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബസ്സിൽ നിന്ന് ഞാൻ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് കിട്ടിയ മെലഡി. അപ്പോൾ തന്നെ വാട്സപ്പിൽ എടുത്തിട്ട് മെസ്സേജ് ആ ഒരു മെലഡി എടുത്തിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനെ വന്ന മെലഡിയാണ് കെജ. അല്ലെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സാധനം കിട്ടണമെന്നില്ല. അങ്ങനെ ഇരുന്ന് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്? എഴുതും, പക്ഷെ നമുക്ക് ഇതിൻ്റെ ഈണം അതിൻ്റെ ഒരു കമ്പോസിങ് പരിപാടിയാണ് കുറച്ച് ബുദ്ധിമുട്ട്. സ്ഥിരം എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ശരിക്കും MBAയിൽ ഒരു പാട്ടുകാരനായില്ലായിരുന്നെങ്കിൽ ശരി എന്താവുമായിരുന്നു? അത് ഞാൻ ഇതിന് മുമ്പത്തെ ഇൻ്റർവ്യൂവിൽ അതന്നെ പറഞ്ഞു വെച്ചാൽ, ഞാനൊരു ദുബായിക്കാരനാവും, ഒരു പ്രവാസിയായിട്ടുണ്ടാവും, ഉറപ്പായിട്ടും ഒരു പ്രവാസിയായിട്ടുണ്ടാവും. അത് പൊതുവേ ഈ മലബാർ ഏരിയയിലൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ പഠിച്ച് പാസ്സായില്ലെങ്കിലും ദുബായിക്ക് വിടാ. അല്ല, പഠിച്ചെനിക്കൊന്നും കിട്ടില്ല എന്നുള്ളത് എനിക്ക് ഡിഗ്രി ഏകദേശം ഇതായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെയുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ദുബായ് ആണ്. ദുബായ് പോയാണ്ട് രക്ഷപ്പെടുന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. രക്ഷപ്പെടലെന്നല്ല, ആ ഒരു രക്ഷപ്പെടലല്ല, പക്ഷേ നമുക്ക് പിന്നെ മുന്നോട്ട് പോകണ്ടേ, മൂവ് ചെയ്യണമല്ലോ. അതിന് ഇപ്പോഴത്തെ ആളുകൾ, അത് ഈ ജനറേഷനിലുള്ള ആളുകളുടെ പാട്ടിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല, ഭയങ്കര പേക്കൂത്ത് കാണിക്കുന്ന എന്തൊക്കെയോ വെറുതെ ട്രെൻഡിങ് ആവാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, അതായത് ഭയങ്കര മോശമായ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് പാട്ട് ഇറക്കുന്നു. ഞങ്ങളുടെ കാലഘട്ടത്തിൽ എന്നൊക്കെ പറയുമ്പോൾ അർത്ഥമുള്ള പാട്ടുകളാണെന്നൊക്കെ പറയുന്ന പല ആളുകളും ഉണ്ട്. ആ പറയുന്ന ആളോട് എന്താണ് പറയാനുള്ളത്? അങ്ങനൊന്നുമില്ല, ഇപ്പോഴും നല്ല പാട്ടുകളുണ്ട്, അന്നും നല്ല പാട്ടുകളുണ്ട്. പാട്ടുകൾ കേൾക്കാത്തതിൻ്റെ പ്രശ്നം ഞാൻ പറയില്ല, ഇപ്പോഴത്തെ എല്ലാ പാട്ടും കേൾക്കുന്നില്ല. ഇതേപോലത്തെ എല്ലാ പാട്ടുകളും കേൾക്കണം, അപ്പോഴേ ഇതിനൊന്ന് മനസ്സിലാവുള്ളൂ. നോർമൽ ഇപ്പോൾ എത്ര ആർട്ടിസ്റ്റുകൾ, നല്ല നല്ല പാട്ടുകൾ എഴുതുന്ന എത്ര ആർട്ടിസ്റ്റുകളുണ്ട്, എത്ര പാട്ടുകളുണ്ട്. പാട്ടുകൾ ഹിറ്റാവുന്ന പാട്ടുകൾ മാത്രമല്ലല്ലോ നല്ല പാട്ടുകൾ, ഹിറ്റാവാത്തതാണെങ്കിലും നല്ല പാട്ടുകളുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ കുറേ കണക്റ്റ് ആവുന്ന കുറേ പാട്ടുകളുണ്ട്. അത് കേൾക്കാത്തതുകൊണ്ടാണ് എനിക്ക് വന്ന് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത്. അല്ലാണ്ട് പണ്ടത്തെ നല്ല പാട്ടും ഇപ്പോഴത്തെ മോശം പാട്ടും പേക്കൂത്തൊന്നും അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെയാണ്. നല്ല പാട്ടുകൾ ഇപ്പോഴും ഉണ്ട്, അന്നുണ്ട് ഇന്നുണ്ട്. MBAയിലെ സോങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ആളുകൾ കേട്ടിട്ടുള്ളതും ഇപ്പോഴും ഫാൻ ബേസ് കൂടുതലുള്ളത് മലയാളിക്കായിരിക്കും. അപ്പൊ ഈ മലയാളി എന്നുള്ള സോങ് ഇത്രയും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുമ്പോൾ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കില്ല? അതാണ് എൻ്റെ ഫസ്റ്റ് മില്യൺ അടിച്ച ട്രാക്ക്. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ട്രാക്ക്. അത് ഭയങ്കര ഒരു രസമുള്ളൊരു ട്രാക്കായിരുന്നു, അന്ന് നല്ല ഹിറ്റായിരുന്നു ആ പാട്ട്. ഇന്നും ആൾക്കാരൊക്കെ പാടുന്നുണ്ട്, പിള്ളേരൊക്കെ പാടുന്നത് ഞാൻ കാണലുണ്ട്, കവറൊക്കെ കാണലുണ്ട്. നല്ല പാട്ടല്ലേ? അത് നല്ല പാട്ടാ ശരിക്കും. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതോ? അതന്നെ, മച്ചത്താവല്ലേ നീ നെഞ്ചത്താക്കല്ലേ, കയ്യിൽ ഒരു കായും വെച്ച് ബേജാറാക്കല്ലേ, മഞ്ചേലിരിക്കല്ലേ, പിന്നെ ബിലാലെ നീ എന്ത് പറയണത്, അലാക്കിന്റെ കഥ ചൊല്ലിച്ചിരിക്കണത്, മിണ്ടാതെ കയ്യും കെട്ടി നോക്കണത്, ചെങ്ങായിന്റെ തല തല്ലി പൊളിക്കണ്. ആ പോർഷൻ അതന്നെയാണ് എല്ലാവർക്കും കണക്ട് ആയെന്ന് തോന്നുന്നുണ്ട്. ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്
ഇഷ്ടപ്പെടുന്ന ആ ഒരു ഫ്രണ്ട്സിന്റെ ഇടയിൽ ഭയങ്കര ഫെമിലിയർ ആയിരിക്കും ഈ ഒരു ഭാഗങ്ങളെല്ലാം ഉള്ളത്. അത് അങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയാണ് അതിന്റെ വീഡിയോസും. ഇതൊന്നും അല്ലാണ്ട് അത് ഏറ്റവും കൂടുതൽ കവർ സോങ് ഇറക്കാത്തതിൽ ഏതെങ്കിലും വേറൊരു പാർട്ട് ഉണ്ടോ ശരിക്കും പാടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള? പേഴ്സണലി ഇഷ്ടപ്പെട്ട മലയാളിയിൽ അതന്നെയാണ് ഞാൻ പറഞ്ഞില്ല, ബിലാലെ നീ എന്ത് പറയണത് അല്ലാക്കി, അതന്നെയാണ് എനിക്കും അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. പക്ഷെ എല്ലാവരും മച്ചത്താവല്ലേ നീ, അതാണ് എല്ലാവർക്കും ഒരു ക്യാച്ച് ആയതെന്ന് തോന്നുന്നുണ്ട്. സാധാരണ മജ്ജത്ത നമ്മുടെ അവിടെ ഈ പറഞ്ഞ പോലെ മരിക്കരുത് ആ ഒരു ആണല്ലോ ശരിക്കും. അപ്പൊ ചില വാക്കുകൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ആ ഒരു ഏരിയയിലായതുകൊണ്ട് മനസ്സിലാവാത്തതുകൊണ്ട്. ഇത് പ്രോപ്പർ ഞാൻ പറഞ്ഞില്ലേ, ഇത് മജ്ജത്താവല്ലേ എന്ന് പറയുന്നത് പ്രോപ്പർ മലപ്പുറം സ്ലാങ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളവിടെ കുറച്ചൊരു വ്യത്യാസമുണ്ട്. നമ്മളവിടെ മയ്യത്താവൽ എന്നാണ് പറയില്ല, മജ്ജത്താവ് എന്ന് പറയില്ല. മലപ്പുറത്ത് തന്നെ ഞാൻ വേറെ സ്ഥലം, പക്ഷേ ഇത് പ്രോപ്പർ മലപ്പുറം മജ്ജത്താവൽ എന്നുള്ളത്. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ അങ്ങനെ എഴുതിയെന്നുള്ളൂ. പിന്നെ ഞാൻ ചില വാക്കുകളൊക്കെ ഞാൻ തമിഴ് ഇതൊക്കെ ആഡ് ചെയ്യലുണ്ട്. അപ്പം പിന്നെ എൻ്റെ ഒരു തമിഴ് സോങ് വരുന്നുണ്ട് കമ്മിങ് സൂൺ. എടുക്കുന്നില്ലേ? മലയാളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഫാൻസ് ഉണ്ടാക്കാൻ പോവാണെങ്കിൽ അല്ല, അങ്ങനെയല്ല, ഒരു ജോൺ ഒന്നും മാറ്റി പിടിക്കാൻ കുറെ മലയാള പാട്ട് ചെയ്തണല്ലോ, അപ്പൊ അതിന്റെ ഇടയിൽ ഒരു തമിഴ് പാട്ടും കൂടി. ഇവിടെ ഈ മലയാളികളുടെ ഇടയിൽ ഇല്ലെങ്കിൽ മലബാർ ഏരിയയിൽ മാത്രം ഫേമസ് ആയാൽ മതി, ഇങ്ങനെ വേൾഡ് വൈഡ് ആയിട്ടൊക്കെ ഫേമസ് ആവണ്ടേ? അല്ല, അതന്നെയല്ലേ എല്ലാവരും ആഗ്രഹം. നമ്മള് ഈ മലബാർ എന്നുള്ള ഒരു ഇതിനെ വേൾഡ് വൈഡ് എത്തിക്കാന്നുള്ളതല്ലേ എല്ലാവരും ട്രൈ ചെയ്യുന്നത്. ഈ മലബാറിനെ വേൾഡ് വൈഡ് ആയിട്ട് എത്തിക്കാനാണ് മലബാർ സ്ലാങ്. അതാണ് ഇന്നിപ്പോ നമ്മള് പഞ്ചാബി പാട്ടുകൾ വേൾഡ് ഫേമസ് ആണ്. പഞ്ചാബി സ്ലാങ്ങിലുള്ള പാട്ടുകൾ നമ്മളവിടെ കേൾക്കുന്നില്ല. പഞ്ചാബി പാട്ടുകൾ നമ്മുടെ മലബാർ സോങ് ഓൾറെഡി മല്ലൂസ് എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മുടെ ഈ ഇവിടുത്തെ കുറേ ഈ മലയാളം സോങ്സ് തന്നെ പല വേൾഡ് വൈഡ് എല്ലാ സ്ഥലത്തും ഫേമസ് ആണ്. നമ്മുടെ ഈ മലബാർ സ്ലാങ്ങിലുള്ള പാട്ടും കൂടി ഇനിയിപ്പം വരാൻ വിത്തിൻ ഒരു കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ ഇത് ഉറപ്പായിട്ടും വേൾഡ് ഫേമസ് ആവും. വേറെ ലാംഗ്വേജിൽ ഇപ്പോൾ തമിഴല്ലാണ്ട് വേറെ ഏതെങ്കിലും പാട്ട് വരാനുണ്ടോ ഇനി? ഇല്ലില്ല, തമിഴ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ ഒരു മലയാളം അറബിക് പാട്ട് വരുന്നുണ്ട്, മക്കന എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു തമിഴ് സോങ്, അത് ഞാൻ മലയാളം തന്നെയാണ് പാടുന്നത്, കുറച്ച് തമിഴ് പാടുന്നുണ്ട്. പിന്നെ തമിഴ് ഒരു വേറൊരു ആർട്ടിസ്റ്റാണ്, ഞാനും ഒരു തമിഴ് ആർട്ടിസ്റ്റും കൂടിയുള്ള ഒരു സോങ്ങാണ്. അത് സോങ് റിലീസാകുമ്പോൾ ആർട്ടിസ്റ്റിനെ മനസ്സിലാവും. ഇപ്പോൾ ലാസ്റ്റായിട്ട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ അല്ല, അതായത് ഇപ്പോൾ ഇനി ഒരുപാട് പേരും ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അതായത് ഒരു നല്ല നിലയിലെത്താനിലേക്ക് ഒരു പാട്ടിൻ്റെ ഒരു രീതിയിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എവിടെയെങ്കിലും എത്തും. ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വിടരുത്. നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുക. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, കുറച്ചല്ല നല്ല കഷ്ടപ്പാടുണ്ടാവും, ഒക്കെ തരണം ചെയ്ത് വരാം. വിജയിക്കും, ഉറപ്പാണ്. ക്യാമറ ഒക്കെ നിങ്ങൾ ജയിക്കും, നോക്കിക്കോ. കഷ്ടപ്പെട്ടാണെങ്കിൽ രക്ഷപ്പെടും. നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടായിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ. ഇപ്പോൾ പാട്ട് പാടാനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്ടേഴ്സിൻ്റെ കൂടെ, അങ്ങനെ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള സോൺ ഏതാ? അല്ലെങ്കിൽ ഏതൊരു ടീം, ഒരു ക്രൂവിൻ്റെ കൂടെ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ക്രൂ? ഞാൻ അങ്ങനെ ക്രൂവിൻ്റെ കൂടെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന രണ്ട് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ARK എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റും പിന്നെ ആബ്രോ. ഞങ്ങൾ അവർ രണ്ടാൾ തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് രണ്ടാളും. ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ നോ പ്രോബ്സ്. ഇപ്പോൾ ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു പാട്ട്, ഞാൻ എൻ്റെ ഇറങ്ങാൻ പോണ പാട്ടിൻ്റെ ഒരു ഗ്ലിംസ് പാടാം. ഞാൻ അതന്നെ പാടിത്തരാം. അത് 100 എന്ന് പറഞ്ഞിട്ട് ട്രാക്ക് ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ നൂറല്ലേ നൂറല്ലേ ചാരല്ലേ ചാരല്ലേ തേനല്ലേ തേനല്ലേ അത്തറ് പൂശിനി ചാരല്ലേ. ഇതാണ് അടുത്ത് ഇറങ്ങാൻ പോണ പാട്ട് 100. കുറച്ചൊരു ഡിഫറെന്റ് പരിപാടിയാണ്. എങ്ങനെയാണെങ്കിലും ഭയങ്കര ഫൺ ട്രാക്കാണ്. ഓക്കെ, എന്തായാലും ഇപ്പൊ MBL ഇനി ഒരുപാട് സോങ് വരാനിരിക്കുന്നുണ്ട്. എല്ലാ സോങ്ങും ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കെജാണെങ്കിൽ പോലും പെട്ടെന്നാണ് മില്യൺ അടിച്ചതൊക്കെ. അപ്പം അതുപോലെ ഇനി എല്ലാ സോങ്ങുകളും മില്യൺ അടിക്കാൻ സാധിക്കട്ടെ. അത് ഒരുപാട് സോങ്ങുകൾ ഇനി ഇറക്കാൻ സാധിക്കട്ടെ. അതെല്ലാം നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആവട്ടെ. ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും ട്രെൻഡിങ് നമ്പർ 1 ആവട്ടെ ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോയിലുണ്ടായിരുന്ന MBL ഇത്രയും സമയം നമുക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇനി വേറൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.